ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. ഇന്ന് പത്രലോകം തരുന്ന പ്രധാനപ്പെട്ട വാർത്ത, നെഹ്റു കുടുംബത്തിൽ നിന്ന് ഒരാൾ കൂടി സജീവ രാഷ്ട്രീയത്തിലേക്ക് വന്നിരിക്കുന്നു. പ്രിയങ്ക ഗാന്ധി രാഷ്ട്രീയത്തിലേക്ക് വന്നു എന്നു മാത്രമല്ല, AICC ജനറൽ സെക്രട്ടറിയായി അപ്പോൾ തന്നെ അവരെ നിയമിക്കുകയും ചെയ്തു. രാഷ്ട്രീയത്തിൽ ഒരു പുതുമുഖമല്ല പ്രിയങ്ക ഗാന്ധി. മറിച്ച് കഴിഞ്ഞ തവണകളിലൊക്കെ അമ്മയ്ക്കും സഹോദരനും വേണ്ടി റായ്ബറേലിയിലും അതുപോലെ അമേത്തിയിലുമൊക്കെ പ്രചരണ പ്രവർത്തനം നടത്തിയ പശ്ചാത്തലം അവർക്കുണ്ട്. എങ്കിലും കോൺഗ്രസിൽ ചേരുകയോ അതുവഴി ദേശീയ രാഷ്ട്രീയത്തിൽ വരികയോ ചെയ്യാതിരുന്ന പ്രിയങ്ക അക്കാര്യത്തിലുള്ള അവരുടെ താല്പര്യമില്ലായ്മ പ്രകടിപ്പിക്കുകയും ചെയ്തു. അമ്മയെയും സഹോദരനെയും സഹായിക്കുക എന്നതിൽ കവിഞ്ഞ് തനിക്ക് മറ്റൊരു രാഷ്ട്രീയ സ്വപ്നമില്ല എന്നാണ് പ്രിയങ്ക പേർത്തും പറഞ്ഞുകൊണ്ടിരുന്നത്. പ്രിയങ്കയ്ക്ക് ഇന്ദിരാഗാന്ധിയുമായി സാദൃശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ദിരയ്ക്ക് കിട്ടുന്ന ഒരു വികാര വായ്പ ഇന്ത്യൻ ജനത അവർക്ക് നൽകിയിരുന്നു. എന്നിട്ടും അവർ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരാതിരുന്നതിന് കാരണം അവരുടേതായ കാരണങ്ങളായിരിക്കാം. എന്നാൽ ഇപ്പോൾ കോൺഗ്രസ് എല്ലാ ആയുധങ്ങളും എടുത്ത് പ്രയോഗിച്ച് ഒരു തിരിച്ചുവരവിന് ശ്രമിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി പ്രിയങ്കയെ കൂടി രാഷ്ട്രീയത്തിലേക്ക് എത്തിച്ചാൽ ആ കാര്യത്തിൽ ഒരു മൈലേജ് കുറഞ്ഞ പക്ഷം UP-യിലെങ്കിലും ലഭിക്കും എന്ന് കോൺഗ്രസ് കരുതുന്നു. ആ കരുതൽ തന്നെയാണ് രാഹുൽ ഗാന്ധിയെ പ്രിയങ്കയെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാനും ജനറൽ സെക്രട്ടറിയാക്കി മാറ്റാനും തീരുമാനിക്കുന്നതിന് കാരണം. കിഴക്കൻ UP-യാണ് അവർക്ക് നൽകിയിരിക്കുന്ന പ്രദേശം. ആ കിഴക്കൻ UP-യുടെ പ്രധാന സവിശേഷത വാരണാസി അവിടെയാണ്. BJP തോറ്റുപോയ ഗോരഖ്പൂർ അവിടെയാണ്. ഏതായാലും പ്രധാനപ്പെട്ട 2 മണ്ഡലങ്ങൾ അവിടെയുണ്ട്. ഒന്ന് പ്രധാനമന്ത്രിയുടേത്, മറ്റൊന്ന് മുഖ്യമന്ത്രിയുടേത്. ആ നിലവാരത്തിൽ ആ പ്രദേശത്ത് തന്നെ അവർക്ക് ആ പ്രദേശത്തിൻ്റെ ഉത്തരവാദിത്വം തന്നെ ഏൽപ്പിച്ചുകൊണ്ട് പ്രിയങ്കയ്ക്ക് ഇനി പുതിയതായി നെഹ്റു കുടുംബത്തിൻ്റെ ഒരു സ്വാധീനം UP-യിൽ ഉറപ്പിക്കാനാകുമോ എന്ന പരീക്ഷണത്തിലാണ് കോൺഗ്രസ് ഏർപ്പെട്ടിരിക്കുന്നത്. UP-യെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഏകദേശം തുടച്ചു മാറ്റപ്പെട്ട ഇന്ത്യയിലെ പ്രബല സംസ്ഥാനമാണ്, ഏറ്റവും വലിയ സംസ്ഥാനവുമാണ്. വാർത്ത ഇന്ന് മലയാള മനോരമ എല്ലാ പത്രങ്ങളെ പോലെ തന്നെ 1-ാം പേജിലോ ലീഡ് വാർത്തയായോ തന്നിട്ടുണ്ട്. മനോരമ അത് ലീഡ് വാർത്തയാക്കിയിട്ടുമുണ്ട്. വന്നു പ്രിയങ്ക, പ്രതീക്ഷിച്ചിരുന്ന പ്രിയങ്ക എത്തിച്ചേർന്നു എന്ന മട്ടിലാണ് മനോരമ അത്യധികം ആഹ്ലാദത്തോടെ ആ വാർത്ത നമുക്ക് തരുന്നത്. അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് പ്രിയങ്ക ഗാന്ധിയുടെ സജീവ രാഷ്ട്രീയ പ്രവേശം. പ്രിയങ്ക AICC ജനറൽ സെക്രട്ടറി, കിഴക്കൻ UP-യുടെ ചുമതല. ഉത്തർപ്രദേശിൽ കൈവിട്ട പ്രതാപം തിരിച്ചു പിടിക്കാനും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വീര്യം പകരാനും പാർട്ടിയുടെ തുറുപ്പ് ചീട്ടായ പ്രിയങ്ക ഗാന്ധിയെ കളത്തിലിറക്കിക്കൊണ്ട് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നീക്കം. ദേശീയ രാഷ്ട്രീയ ഗോതയിൽ വർഷങ്ങളായുള്ള അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ടാണ് സജീവ രാഷ്ട്രീയത്തിലേക്കുള്ള പ്രിയങ്കയുടെ രംഗപ്രവേശം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരാണസി ഉൾപ്പെടുന്ന കിഴക്കൻ UP-യുടെ ചുമതലയുള്ള പാർട്ടി ജനറൽ സെക്രട്ടറിയായി നിയമിതയായ പ്രിയങ്ക ഫെബ്രുവരി ആദ്യവാരം ചുമതലയേൽക്കും. പ്രതിരോധത്തിലൂന്നിയല്ല, മുന്നേറ്റ നിരയിൽ നിറഞ്ഞു നിൽക്കാനാണ് UP-യിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുന്നത് എന്ന് വ്യക്തമാക്കിയ പാർട്ടി അധ്യക്ഷൻ രാഹുൽ ഗാന്ധി സഹോദരിയുടെ രാഷ്ട്രീയ പ്രവേശനത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് വിരൽ ചൂണ്ടുകയും ചെയ്തിരിക്കുന്നു. പ്രിയങ്ക കഴിവുള്ള നേതാവാണ്. സഹോദരിയുമായി തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്നതിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ്. രാഹുൽ ഗാന്ധി. ദേശീയ നേതൃത്വത്തിൽ ഒരു ഇരട്ടയുണ്ട്, നരേന്ദ്രമോദിയും അതുമാതിരി തന്നെ അമിത്ഷായും. ഇരുവരും ഒന്നിച്ച് ഗുജറാത്തിൽ നിന്ന് വളർന്നു വന്ന ആൾക്കാരാണ്. പലപ്പോഴും അവരെ ബന്ധിപ്പിച്ച് നിർത്തുന്ന ഘടകമേത് എന്നത് ദുരൂഹവുമാണ്. ഏതായാലും ദുരൂഹതകളൊന്നുമില്ലാതെ നെഹ്റു കുടുംബത്തിലെ 2 ആളുകൾ, നമുക്കറിയാവുന്നതുമാതിരി രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒന്നിച്ചു നിന്ന് മറ്റേ ഇരട്ടകളെ
എതിർക്കുകയാണോ എന്ന നിലയ്ക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. BJPക്ക് പാർട്ടിയാണ് കുടുംബം, ചിലർക്ക് കുടുംബമാണ് പാർട്ടി. പ്രിയങ്ക വന്നപ്പോൾ തന്നെ പ്രതിവചിച്ചു നരേന്ദ്രമോദി. നരേന്ദ്രമോദി ആദ്യഘട്ടത്തിൽ പപ്പു എന്ന് വിളിച്ച് അധിക്ഷേപിച്ച് ഒരു കുഞ്ഞു കുട്ടിയെ കൊണ്ടുപോലും വിളിപ്പിച്ച് അപഹാസ്യത കാണിച്ച ഒരു നേതാവാണ്. തീരെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല ഈ പപ്പുവിനെ എന്നാണ് നരേന്ദ്രമോദി വിചാരിച്ചിരുന്നത് എങ്കിൽ ഈ കഴിഞ്ഞ മാസം മുഴുവൻ അദ്ദേഹം മറുപടി പറഞ്ഞുകൊണ്ടിരുന്നത് പപ്പു എന്ന് അദ്ദേഹം അധിക്ഷേപിച്ച് തള്ളിക്കളഞ്ഞ രാഹുൽ ഗാന്ധിയുടെ നിലപാടുകൾക്കെതിരെയാണ്. ആ അർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയാണ് നരേന്ദ്രമോദിക്ക് ബദലായ നേതാവ് എന്ന നിലയ്ക്ക് ഇന്ത്യയിൽ ഇപ്പോൾ വളർന്ന് അദ്ദേഹം വന്നിട്ടുണ്ട്. അതുകൊണ്ടും തീർന്നില്ല, പ്രിയങ്കയെ കൂടി കളത്തിലിറക്കുന്നു. പ്രിയങ്കയെ കൂടി കളത്തിലിറക്കുമ്പോൾ നോക്കൂ, വാരാണസിയിൽ നരേന്ദ്രമോദി മത്സരിക്കുന്ന പക്ഷം പ്രിയങ്ക ഗാന്ധിയായിരിക്കും അദ്ദേഹത്തിൻ്റെ എതിരാളി എന്ന ഒരു ശ്രുതി പരന്നിട്ടുണ്ട്. അത് വലിയ ഒരു ബുദ്ധിമുട്ടായിരിക്കും നരേന്ദ്രമോദിക്ക് കൊണ്ടുവരാൻ പോകുന്നത്. കാരണം അത് എന്ത് ഫലമാണ് അവിടെ നിർവഹിക്കാൻ പോകുന്നത് എന്നിപ്പോൾ പറഞ്ഞുകൂടാ. 2014 പല ഘടകങ്ങൾ, കോർപ്പറേറ്റുകളുടെ പിന്തുണ, വലിയ പ്രതിച്ഛായ, രക്ഷകനെന്ന പ്രതിച്ഛായ, അതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് മാതിരിയാണെങ്കിൽ, സയ്യിദ് ഷൂജ പറയുന്നത് മാതിരിയാണെങ്കിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുള്ള ഏകപക്ഷീയമായ ആധിപത്യം തുടങ്ങിയ ഘടകങ്ങളെല്ലാം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇത്തവണ പ്രതിച്ഛായയില്ല. അതുമാതിരി തന്നെ കൂടെ നിന്ന പലരും കൈവിട്ട് കളഞ്ഞിരിക്കുന്നു പാതി വഴിയിൽ. ആ നിലയ്ക്ക് വലിയ പ്രതീക്ഷകൾ അസ്തമിച്ചു പോയ സാഹചര്യത്തിൽ ആ നിലയ്ക്ക് വലിയ ആധിപത്യമൊന്നുമില്ലാത്ത വാരാണസിയിൽ മത്സരിച്ച് കേവലം പുതിയതായി വന്ന ഒരു സ്ത്രീയുടെ മുന്നിൽ തോറ്റുപോവുക എന്ന വലിയ അപകടം മണക്കുന്നുണ്ട് നരേന്ദ്രമോദി. 56 ഇഞ്ചുണ്ട് നരേന്ദ്രമോദിക്ക് എന്ന മട്ടിൽ ആദ്യമായി ഇത് പ്രയോഗിച്ചത് പ്രിയങ്കയാണെന്ന് നാം ഓർക്കണം. അതിനുശേഷമാണ് പത്രലോകം അത് ഏറ്റെടുത്തത്. ആ 56 ഇഞ്ചുകാരനോട് നേരിട്ട് ഈ സ്ത്രീ രംഗത്ത് വരുമ്പോൾ വലിയ അപായങ്ങൾ പ്രതീക്ഷിക്കുന്നുവോ മോദി? അതുകൊണ്ട് തന്നെ മോദി ഇന്നലെ തന്നെ പ്രതിവചിച്ചു കുടുംബ ഭരണമാണ് വരുന്നത് എന്ന്. മറ്റൊരു കാര്യം, ഇന്ന് പത്രലോകം തരുന്ന മലയാളത്തിന് പ്രത്യേകിച്ച് സന്തോഷിക്കാവുന്ന ഒരു വാർത്ത, കോൺഗ്രസിൻ്റെ അത്യുന്നതങ്ങളിൽ ഒരു മലയാളിക്ക് ഇതപര്യന്തം ലഭിച്ചിട്ടില്ലാത്ത അംഗീകാരം ലഭിച്ചു എന്നതാണ്. KC വേണുഗോപാലിനാണ് അത് ലഭിച്ചിരിക്കുന്നത്. ഇന്ത്യൻ കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതല അദ്ദേഹത്തെ സധൈര്യം ഏൽപ്പിച്ചിരിക്കുന്നു രാഹുൽ ഗാന്ധി. ആ വാർത്തയും പത്രങ്ങൾ നമുക്ക് തരുന്നു. മലയാള മനോരമ കാണുക, അതിൻ്റെ 1-ാം പേജിൽ തന്നെ പ്രത്യേക പ്രാധാന്യത്തോടെ വേണുഗോപാലിൻ്റെ ആ വാർത്ത നമുക്ക് എത്തിക്കുന്നു. KC വേണുഗോപാലിന് സംഘടനാ ചുമതല, കോൺഗ്രസിനുള്ളിൽ വേണുഗോപാലിൻ്റെ അതിവേഗ മുന്നേറ്റം, ഈ പദവിയിലെത്തുന്ന ആദ്യ മലയാളി. കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി KC വേണുഗോപാലിനെ രാഹുൽ ഗാന്ധി നിയമിച്ചു. രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടിൻ്റെ പിൻഗാമിയായി സംഘടനയുടെ ചുമതലയേൽക്കുന്ന വേണുഗോപാൽ ഈ പദവിയിലെത്തുന്ന ആദ്യ മലയാളിയായി നാളെ രാഹുലുമായി നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടക്കുന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം ചുമതലയേൽക്കും എന്നുകൂടി വാർത്ത പറയുമ്പോൾ KC വേണുഗോപാൽ കേരള രാഷ്ട്രീയത്തിൽ ഗ്രൂപ്പ് രാഷ്ട്രീയങ്ങളുടെ വഴിയിലൂടെ നട്ടം തിരിയുന്ന കേരള രാഷ്ട്രീയത്തിൽ പുതിയ ഒരു സമവാക്യത്തിൻ്റെ നെടുംതൂണായി മാറാൻ പോകുന്നു. പുതിയൊരു നേതൃബിംബം കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു, കേന്ദ്രത്തിൻ്റെ വലിയ പിൻബലത്തോടെ. അത് കേരളത്തിലെ സാമുദായിക പ്രശ്നങ്ങളെയും അഭിസംബോധന ചെയ്തുകൂടുന്നില്ല. പ്രത്യേകിച്ച് NSS ഇടഞ്ഞു നിൽക്കുന്ന സമയത്ത് ആ നിലയ്ക്കുള്ള ചില നീക്കങ്ങൾ കോൺഗ്രസ് നടത്തുന്നുണ്ടോ ഈ തെരഞ്ഞെടുപ്പിൽ എന്നൊക്കെ സംശയിക്കേണ്ടി വരും. ഏതായാലും ഒരു മലയാളിക്ക് ഉന്നതമായ ഒരു പദവി നൽകിയിരിക്കുന്നു രാഹുൽ ഗാന്ധി. അങ്ങനെ തെരഞ്ഞെടുപ്പ് എത്തുമ്പോഴേക്കും കോൺഗ്രസും തെരഞ്ഞെടുപ്പ് ഫ്രെയിലേക്ക്, തെരഞ്ഞെടുപ്പ് മത്സരവേദിയിലേക്ക് നീങ്ങുന്നു. മോദിക്ക് കൂടുതൽ സംഘർഷങ്ങൾ നൽകുന്നു. അദ്ദേഹം വാരണാസി വിട്ടേക്കും എന്നുവരെ വാർത്തകൾ പ്രചരിച്ചിട്ടുണ്ട്. തീരപരിപാലന നിയമ ഭേദഗതി വന്നു കഴിഞ്ഞിരുന്നു.
ആ ഭേദഗതി പ്രാബല്യത്തിലായ വാർത്ത മാതൃഭൂമി ഇന്ന് 1-ാം പേജിൽ തരുന്നു. വൻ ഇളവുകളുമായി തീരപാലന നിയമ ഭേദഗതി വിജ്ഞാപനമിറങ്ങി. വീട്, ടൂറിസം, റിസോർട്ട് പദ്ധതികൾക്ക് ഇളവ്. വലിയ തോതിലുള്ള തീരത്ത് റിസോർട്ട് പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ വിനോദസഞ്ചാര പ്രവർത്തനങ്ങൾ വൻതോതിൽ വളരുന്നതിന് നിദാനമാകും ഈ ഇളവുകൾ. അതിൻ്റെ വിജ്ഞാപനം ഇറങ്ങിയ വാർത്തയാണ് മാതൃഭൂമി നമുക്ക് തരുന്നത്. തീരമേഖലയിൽ നിർമ്മാണത്തിനുള്ള വിലക്കുകളുടെ ഇളവുമായി പുതിയ തീരപരിപാലന മേഖലാ വിജ്ഞാപനം. വികസന പ്രവൃത്തിക്ക് നിരോധനമുള്ള CRZ 2-3 വിഭാഗത്തിലെ മേഖലയിൽ നിയന്ത്രണ വിധേയമായി ടൂറിസം റിസോർട്ട് പദ്ധതികൾക്ക് അനുമതി ലഭിക്കും. CRZ 1-ാം പട്ടികയിലുള്ള കണ്ടൽക്കാട് മേഖലയിൽ ഇക്കോ ടൂറിസം പദ്ധതികളുടെ പാർക്കുകൾ, മരം കൊണ്ടുള്ള കുടിലുകൾ എന്നിവയ്ക്ക് അനുമതി നൽകാമെന്നും പരിസ്ഥിതി വകുപ്പിന്റെ വിജ്ഞാപനത്തിൽ പറയുന്നു. ഗൗരവതരമായ ഒരു മാറ്റമാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്. 51 പേരുള്ള ഒരു പട്ടിക വിർച്വൽ ക്യൂവിലൂടെ ശബരിമല സന്നിധാനത്തെത്തി മടങ്ങിയ സ്ത്രീകളുടെ പട്ടിക കേരള സർക്കാർ മുന്നോട്ട് വെച്ചിരുന്നു. ആ പട്ടികയെപ്പറ്റി വലിയ പഴിയാണ് കേരള സർക്കാർ കേട്ടത്. അതിൻ്റെ രൂപീകരണത്തിലും അതിൻ്റെ കൈകാര്യം ചെയ്യലുമെന്ന വലിയ പിശകുകളെ മുൻനിർത്തിയാണ് അത് ചെയ്തത്. പക്ഷേ ആ പിശകുകളുടെ കാരണം കേരള സർക്കാർ ആയിരുന്നില്ല എന്നതാണ് വസ്തുത. യഥാർത്ഥത്തിൽ ശബരിമലയിൽ വരാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾ അതുമായി ബന്ധിപ്പിച്ച ഒരു സൈറ്റിൽ അവരുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു കേരള സർക്കാർ. നമുക്കറിയാം. ആ സൈറ്റിൽ 7500-ലധികം സ്ത്രീകൾ അവരുടെ പേരുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു. പേര്, അതുപോലെ തന്നെ വയസ്സ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അതിൽ ചേർത്തിരുന്നു. ആ ചേർത്തിരുന്ന ആ സൈറ്റിൽ നിന്നെടുത്ത 51 പേരുടെ വിവരങ്ങളാണ് കേരള സർക്കാർ പുറത്തേക്ക് വിട്ടത്. അതിൽ അപകടകരമായ ഒന്നുമില്ല. ഫീമെയിൽ നടിച്ചാൽ ആ ടാബുലേഷനിൽ ഫീമെയിൽ നടിച്ചാൽ ഫീമെയിൽ എന്ന് കിട്ടിയ 51 ആളുകളുടെ അതിനകത്ത് എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്ത സമയത്ത് അപ്പോൾ പറ്റിയ അപകടമാണത്. തെറ്റുകളാണ്. തെറ്റുപറ്റിയത് സർക്കാരിനല്ല, അതിൻ്റെ അപേക്ഷ നൽകിയവർക്കാണ് എന്നർത്ഥം. പക്ഷേ അതിനെ മുൻനിർത്തി ചാനലായ ചാനലുകൾ, പത്രങ്ങളായ പത്രങ്ങൾ എത്ര പുകിലുകളാണ് ഉണ്ടാക്കിയത്. ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 17 വനിതകളെങ്കിലും ഈ വിർച്വൽ ക്യൂവിലൂടെ ഇപ്പോൾ മാതൃഭൂമി സമ്മതിക്കുന്നത് മാതിരി 17 വനിതകൾ അവിടെ ശബരിമല അയ്യപ്പനെ സന്ദർശിച്ചു മടങ്ങിയിരിക്കുന്നു. അതായത് 25ഓളം ആളുകൾ ഈ കഴിഞ്ഞ സീസണിൽ ശബരിമലയിൽ കയറിയ വനിതകളുടെ അംഗബലമായി തീർന്നിരിക്കുന്നു. ശബരിമല ദർശനം നടത്തിയെന്ന് കാട്ടി പോലീസ് സുപ്രീം കോടതിയിൽ അങ്ങനെ സമർപ്പിച്ചിട്ടേ ഇല്ല. തൊട്ട വായിക്ക് മാതൃഭൂമി കള്ളം പറയുന്നു. കള്ളം പറഞ്ഞ് നല്ല ശീലമുള്ള പത്രമായതുകൊണ്ട് അതിൽ പുതുമയൊന്നുമില്ല. സുപ്രീം കോടതിയിൽ സമർപ്പിച്ച പട്ടികയിൽ യുവതികൾ 17 പേർ മാത്രം. നിലവിലെ പട്ടികയിൽ നിന്ന് 34 പേരെ ഒഴിവാക്കാൻ ചീഫ് സെക്രട്ടറി ടോം ജോസിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സമിതി ശുപാർശ ചെയ്തു. സർക്കാർ സമർപ്പിച്ച 51 പേരുടെ പട്ടികയിൽ പുരുഷന്മാരും 50 വയസ്സ് കഴിഞ്ഞവരും ഉൾപ്പെട്ടത്. വിവാദമായതിന് പിന്നാലെയാണ് പട്ടിക പുനഃപരിശോധിക്കാൻ തീരുമാനിച്ചത്. സർക്കാർ സമർപ്പിച്ച പട്ടികയിൽ 4 പുരുഷന്മാരും 50 വയസ്സിന് മേൽ പ്രായമുള്ള 30 പേരും ഉൾപ്പെട്ടു എന്നാണ് സമിതിയുടെ കണ്ടെത്തൽ. ആ കണ്ടെത്തൽ അന്വേഷണത്തിന്റെ ഭാഗമായി നടത്തിയ കണ്ടെത്തലാണ്. ആ അന്വേഷണത്തിന്റെ പുറകെ വെമ്പിക്കുതിക്കാൻ ചാനലുകളൊക്കെ പെടാപ്പാടുപെടുകയായിരുന്നു. കേരളത്തിൽ ശബരിമലയിൽ കയറിയതിന്റെ ഭാഗമായി കനകദുർഗ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ കവർ ചെയ്യാൻ സമയം കിട്ടാത്ത ഈ ചാനൽ വിരുദ്ധന്മാർ മറ്റ് സംസ്ഥാനങ്ങളിൽ സഞ്ചരിച്ച് ഇവരെയൊക്കെ കണ്ടുപിടിക്കുന്നതിന് സമയം കണ്ടെത്തി. അതൊരു മനോനിലയാണ്. ചാനലിൽ പ്രവർത്തിക്കുന്ന പലർക്കും, അവിടെ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് പോലും ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിച്ചതിൽ ഒരാത്മാഭിമാനവും തോന്നുന്നില്ല എന്ന ദാരുണമായ അവസ്ഥ, നിസ്സാരമായ അവസ്ഥയിൽ പെട്ടവരാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഏതായാലും അതേ സംബന്ധിച്ച് അവസാനം കിട്ടുന്ന വാർത്ത 25ഓളം സ്ത്രീകളെങ്കിലും ഈ സീസണിൽ ശബരിമല കയറി എന്ന് തന്നെയാണ്. 1,00,000 വീട് റെഡിയായി സാധാരണക്കാർക്ക്, പാവപ്പെട്ടവർക്ക്. ദേശാഭിമാനിയുടെ 1-ാം പുറം വാർത്തയാണത്. പാവപ്പെട്ടവർക്ക് വീടുകൾ കിട്ടുക, വീടില്ലാത്തവർക്ക് വീടുകൾ കിട്ടുക എന്ന ആശ്വാസ സ്പർശമാണ്
ആ വാർത്ത വിളംബരം ചെയ്യുന്നത് ആ നല്ല വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം ഒരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. ദേശാഭിമാനിയുടെ ലീഡ് വാർത്ത തന്നെ ആ വാർത്തയാണ്. 1,00,000 വീട് റെഡി. 79,158 പേരാണ് സഹായത്തിന് അപേക്ഷിച്ചത്. 17,383 പേർക്ക് ആദ്യ ഗഡു നൽകി. വർഷങ്ങളായി വിവിധ കാരണങ്ങളാൽ മുടങ്ങിക്കിടന്ന 49,482 വീടുകളുടെ നിർമ്മാണം സംസ്ഥാന സർക്കാർ ലൈഫ് പദ്ധതിയിലൂടെ പൂർത്തിയാക്കി. വിവിധ ഏജൻസികളിൽ നിന്ന് വായ്പ ലഭിച്ചിട്ടും പൂർത്തിയാകാനാകാത്ത 54,281 വീടുകളാണ് കണ്ടെത്തിയത്. അതിൽ 91.16% പൂർത്തിയായി. മാർച്ച് 13 മുമ്പ് അവശേഷിക്കുന്നവയും പൂർത്തിയാക്കും എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ഇന്ത്യ ടുഡേ UPയിൽ നടത്തിയ ഒരു സർവേയും അതിൻ്റെ ഫലവും ഇന്ന് ദീപിക ഒന്നാം പുറത്ത് പ്രസ്തുതം ചെയ്തിട്ടുണ്ട്. എല്ലാ പത്രങ്ങളും നമുക്ക് ആ വാർത്ത തന്നിട്ടുണ്ട്. UPയിൽ BJP വൻ തിരിച്ചടി നേരിടും. കഴിഞ്ഞ തവണ 80-ൽ 72 സീറ്റ് നേടിയ UPയിൽ ഇത്തവണ കനത്ത തിരിച്ചടിയാണ് BJP നേരിടാൻ പോകുന്നത് എന്നാണ് സർവേ ഫലം പറയുന്നത്. UPയിൽ BJPക്ക് വൻ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് ഇന്ത്യ ടുഡേ കാർവി സർവേ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ UPയിലെ 80 സീറ്റുകളിൽ 18 എണ്ണം മാത്രമേ BJPക്ക് ലഭിക്കൂ. 58 സീറ്റുകൾ BSP-SP സഖ്യത്തിന് ലഭിക്കും. സഖ്യമില്ലെങ്കിൽ 4 സീറ്റുകളാണ് കോൺഗ്രസിന് ലഭിക്കുക എന്നും ഈ വാർത്ത നമ്മോട് പറയുന്നു. അതേ പേജിൽ 6 ഇന്ത്യക്കാരുടെ ദാരുണ മരണത്തെ സംബന്ധിച്ച വാർത്താ ദീപിക തരുന്നു. കപ്പൽ ദുരന്തമാണ് കാരണം. റഷ്യയിലെ കെർച്ച് കടലിടുക്കിൽ 2 കപ്പലുകൾക്ക് തീപിടിച്ച് മരിച്ച 14 പേർ ഇന്ത്യക്കാരാണെന്ന് വിദേശകാര്യ മന്ത്രാലയം ദില്ലിയിൽ സ്ഥിരീകരിച്ചു. 6 ഇന്ത്യക്കാരെ കാണാനില്ല. രക്ഷപ്പെടുത്തപ്പെട്ടവരിൽ മലയാളി ആശിഷ് അശോക് നായരും ഉൾപ്പെടുന്നു എന്ന് ഈ വാർത്ത നമ്മോട് പറയുന്നു. ഇന്ന് മാതൃഭൂമി അതിൻ്റെ വാർത്തയും വീക്ഷണവും പേജിൽ ഒരു പുതിയ വാർത്ത നമുക്ക് തരുന്നു. തെരഞ്ഞെടുപ്പ് രംഗവുമായി ബന്ധിപ്പിച്ച് CPM-ന്റെ ദേശീയ നേതാക്കൾ കേരളത്തിൽ നിന്ന് മത്സരിക്കും എന്നാണ് മാതൃഭൂമി അനുമാനിക്കുന്നത്. മാതൃഭൂമിയുടെ ആ വാർത്ത മറ്റൊരു പത്രങ്ങളിലും വന്ന വാർത്തയല്ല. ഏതായാലും നമുക്ക് ആ നവീനമായ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം മറ്റൊരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. ബന്ധങ്ങൾ പൂവണിയും യോജിച്ച ജീവിത പങ്കാളിയെ കണ്ടെത്തുമ്പോൾ നായർ മാട്രിമോണി.com-ലാ ഞാൻ ഹരിയെ കണ്ടെത്തിയത്. എന്നെ കുറിച്ച് ഹരിക്ക് വളരെ അഭിമാനമാണ്. നായർ മാട്രിമോണി. ബാബ ഈസി ഇംഗ്ലീഷ്. മാതൃഭൂമി വാർത്ത ഇങ്ങനെ: CPM ദേശീയ നേതാക്കൾ കേരളത്തിൽ മത്സരിച്ചേക്കും. ബിജു പരവത്താണ് തിരുവനന്തപുരത്ത് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളിലും ത്രിപുരയിലും കാര്യമായ പ്രതീക്ഷയില്ലാത്തതിനാൽ CPM-ന്റെ ദേശീയ നേതാക്കൾ കേരളത്തിൽ മത്സരിച്ചേക്കും. കേന്ദ്രത്തിൽ ഇടതു പിന്തുണയുള്ള BJP ഇതര സർക്കാർ വന്നാൽ വിലപേശൽ ശക്തിയായി നിൽക്കാനുള്ള നേതൃത്വം CPM-ന് പാർലമെന്റിൽ ഉണ്ടാകണമെന്ന ചിന്തയാണ് ഇതിന് പിന്നിൽ. പരിഗണിക്കുന്നത് പ്രകാശ് കാരാട്ട്, വൃന്ദ കാരാട്ട്, ബിജു കൃഷ്ണൻ എന്നിവരെയാണ്. അവർ മത്സരിക്കുന്ന മണ്ഡലങ്ങൾ എന്ന നിലയ്ക്ക് ചില മണ്ഡലങ്ങൾ കൂടി പറയുന്നുണ്ട് ഈ വാർത്ത. കൊല്ലം, ആലപ്പുഴ, പാലക്കാട്, കാസർഗോഡ് മണ്ഡലങ്ങളാണ് ഇവരുമായി ബന്ധിപ്പിച്ച് മാതൃഭൂമി എന്ന് പറയുന്നത്. കേരളത്തിൽ BJP പിറകോട്ട്. തെരഞ്ഞെടുപ്പ് ഉത്തരവാദിത്വം പൂർണ്ണമായും RSS ഏറ്റെടുക്കുന്നു. കാൽ പൈസ BJP നേതാക്കൾക്ക് കൈകൊണ്ടു തൊടാൻ കിട്ടില്ല എന്ന് മാത്രമല്ല, എല്ലാ കാര്യങ്ങളും RSS ആണ് ചെയ്യാൻ പോകുന്നത്. BJPയിലെ ഗ്രൂപ്പിസമാണ് കാര്യം. തെരഞ്ഞെടുപ്പ് നിയന്ത്രണം RSS ഏറ്റെടുക്കുന്നുവെന്ന ശീർഷകത്തിൽ സിറാജ് എന്ന പത്രം അവസാന പുറത്ത് ആ വാർത്ത തരുന്നു, കാണുക. കാസിം എ ഖാദർ ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. BJP സംസ്ഥാന ഘടകത്തിൽ ഗ്രൂപ്പിസം രൂക്ഷമായ സാഹചര്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നിയന്ത്രണം RSS ഏറ്റെടുക്കുന്നു. സംസ്ഥാന ഘടകത്തിൽ മുൻ അധ്യക്ഷന്മാരായ PK കൃഷ്ണദാസിന്റെയും V മുരളീധരന്റെയും നേതൃത്വത്തിൽ 2 വിഭാഗങ്ങളായുള്ള ഗ്രൂപ്പ് പ്രവർത്തനത്തിൽ ദേശീയ നേതൃത്വം കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ച സാഹചര്യത്തിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ കടിഞ്ഞാൺ RSS നേരിട്ട് ഏറ്റെടുക്കുന്നത്. BJP ദേശീയ നേതൃത്വത്തിന്റെ അറിവോടെയാണ്
RSS നീക്കങ്ങൾ. RSSന്റെ ഈ നിലപാടിനോട് BJPയിലെ നേതാക്കൾക്ക് കടുത്ത എതിർപ്പുണ്ട് എന്നുകൂടി വാർത്തയുണ്ട്. അത് തെരഞ്ഞെടുപ്പിൽ പ്രകാശിപ്പിക്കപ്പെടുകയാണെങ്കിൽ തിരിച്ചടിയാണ് BJPക്ക് ഉണ്ടാവുക. ബംഗാളിൽ മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ BJP ഇതര പാർട്ടി നേതാക്കളുടെ വലിയ യോഗം, വലിയ റാലി നടന്നു. 24 പാർട്ടികളാണ് അതിൽ അണിനിരന്നത്. അതേ സ്വഭാവത്തിൽ മോഡി ഭരണത്തിന്റെ അന്ത്യം ലക്ഷ്യമിട്ട് തമിഴകത്ത് രാഷ്ട്രീയ കൂട്ടായ്മ. ഇന്ത്യ ലോകം പേജിൽ ആ വാർത്ത. ദേശാഭിമാനി തരുന്നു വാർത്ത കാണുക. മതനിരപേക്ഷതയും ജനാധിപത്യവും സംരക്ഷിച്ച് നാടിനെ കാക്കുമെന്ന് പ്രതിജ്ഞ ചെയ്ത് തിരുച്ചിറപ്പള്ളിയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഒത്തുചേർന്നു. ചിരുതൈകൾ കച്ചി മുൻകൈയെടുത്ത് വിളിച്ച സമ്മേളനത്തിൽ CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, DMK അധ്യക്ഷൻ MK സ്റ്റാലിൻ, CPI ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്ഡി, കോൺഗ്രസ് നേതാക്കളായ V നാരായണസ്വാമി, കൊടിക്കുന്നിൽ സുരേഷ്, ADMK ജനറൽ സെക്രട്ടറി വൈക്കോ, TNCC അധ്യക്ഷൻ തിരുനാവുക്കര, മുസ്ലിം ലീഗ് നേതാവ് ഖാദർ മൊയ്തീൻ, CPIM സംസ്ഥാന സെക്രട്ടറി K ബാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തതായാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. തെരഞ്ഞെടുപ്പിൽ പണത്തിന്റെ മേൽ BJP വളരെ മുന്നേ പറന്നു കഴിഞ്ഞിരിക്കുന്നു. വാർത്ത മലയാള മനോരമ നേർക്കാഴ്ച പേജിലാണ് തരുന്നത്. BJP മുമ്പേ പറഞ്ഞു കോൺഗ്രസിന് ഹെലികോപ്റ്ററുകൾ കിട്ടാനില്ല, എല്ലാം ബുക്ക് ചെയ്ത് കഴിഞ്ഞു. പ്രചാരണ വേദികളിലേക്ക് പറന്നെത്താറുള്ള കോൺഗ്രസിന്റെ മോഹങ്ങൾക്ക് തിരിച്ചടി. ഹെലികോപ്റ്ററും വിമാനങ്ങളും എല്ലാം BJP നേരത്തെ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. കോൺഗ്രസിന് ഹെലികോപ്റ്റർ കിട്ടാനില്ലെന്ന് പാർട്ടി വക്താവ് ആനന്ദ് ശർമ്മ പറഞ്ഞു. പ്രചാരണത്തിനും പരസ്യത്തിനുമായി 4000 കോടി രൂപ BJP ഇതിനോടകം പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഉപയോഗിച്ച് പിരിച്ചെടുത്ത് ചെലവാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നും കോൺഗ്രസ് ആക്ഷേപിക്കുന്നു. മുനമ്പത്തെ മനുഷ്യക്കടത്തിനെ സംബന്ധിച്ച പുതിയ വാർത്ത ഇന്ന് പൊതുവൃത്താന്തം പേജിൽ മംഗളം തരുന്നു. മുനമ്പ് മനുഷ്യക്കടത്ത് ഓസ്ട്രേലിയയിലേക്ക് കടന്നു സംശയിക്കുന്നവരുടെ പട്ടിക തയ്യാറായി. മുനമ്പത്ത് നിന്ന് മത്സ്യബന്ധന ബോട്ടിൽ ഓസ്ട്രേലിയയിലേക്ക് കടന്നുവെന്ന് സംശയിക്കുന്ന 80 പേരുടെ പട്ടിക തയ്യാറായി. ബോട്ടിൽ 120 പേരെങ്കിലും ഉണ്ടാകും എന്നാണ് പോലീസ് നിഗമനം. സിസ്റ്റർ ലൂസിയെ വിടാതെ കത്തോലിക്ക സഭ വാർത്ത ഇന്ന് പൊതുവൃത്താന്തം പേജിൽ മംഗളം തരുന്നു. സിസ്റ്റർ ലൂസിയെ വിടാതെ സഭ 13 പിഴവുകൾ അക്കമിട്ട് കത്ത്. ഈ തിരുവസ്ത്രമല്ലാതെ വസ്ത്രം ധരിച്ച് എടുത്ത ഫോട്ടോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുക, കാർ ഓടിക്കുക വലിയ തെറ്റാണ്. നമ്മൾ ധാരാളം കന്യാസ്ത്രീമാർ കാർ ഓടിച്ചു പോകുന്നത് കണ്ടിട്ടുണ്ട്. ഈ നിലയ്ക്കുള്ള നിസ്സാരമായ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ സമരത്തിൽ പങ്കെടുത്തും സഭയിലെ കാലഹരണപ്പെട്ട നടപടികൾക്കെതിരെ പരസ്യ പ്രതികരണം നടത്തിയും ശ്രദ്ധേയയായ മാനന്തവാടി കാരക്കാമല FCC കോൺവെന്റിലെ സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കലിനെതിരെ നിലപാട് കടുപ്പിച്ച് കത്തോലിക്ക സഭ. നിലപാടുകൾ മാറ്റമില്ല, സഭയ്ക്ക് മറുപടി നൽകും. തെറ്റു ചെയ്തെന്ന് കരുതുന്നില്ലെന്നും FCCയിൽ നിന്ന് ലഭിച്ച കത്തിന് വിശദമായ മറുപടി നൽകുമെന്നും സിസ്റ്റർ ലൂസി കളപ്പുര. ഇതേ പാതയിൽ തന്നെ മുന്നോട്ട് പോകാനാണ് അവരുടെ ഉശിരൻ തീരുമാനം എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. വിജിലൻസ് പരിശോധനയ്ക്ക് ശേഷം പോലീസുകാർ കുടുങ്ങുന്നു. വാർത്ത ഇന്ന് മാധ്യമത്തിന്റെ ഒന്നാം പുറം. ഓപ്പറേഷൻ തണ്ടർ, പോലീസുകാർക്കെതിരെ നടപടി കർക്കശമാക്കി വിജിലൻസ്. ഓപ്പറേഷൻ തണ്ടറിൽ ക്രമക്കേട് കണ്ടെത്തിയ പോലീസ് സ്റ്റേഷനുകൾക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ നടപടികൾ ശക്തമാക്കി വിജിലൻസ് മുന്നോട്ട് വന്നിരിക്കുന്നു എന്ന വാർത്തയാണ് പത്രം ഇന്ന് നമുക്ക് തരുന്നത്. ഇനി ഇന്നത്തെ മുഖപ്രസംഗങ്ങൾ. സെയ്ദ് ഷൂജെ എന്ന കമ്പ്യൂട്ടർ വിദഗ്ധൻ ലണ്ടനിൽ നടത്തിയ വെളിവാക്കൽ, ആ വെളിവാക്കലിനെ മുൻനിർത്തി മുഖപ്രസംഗങ്ങളും ഒക്കെ ഇന്ന് പത്രങ്ങൾ തരുന്നു. സിറാജ് എന്ന പത്രം പറയുന്നത് കാണുക. മുണ്ടയുടെ മരണവും വെളിപ്പെടുത്തലും. പൊതു തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ BJPയെ പ്രതിസന്ധിയിലാക്കുന്നതാണ്. പാർട്ടി നേതാവും കേന്ദ്രമന്ത്രിസഭയിലെ അംഗവുമായിരുന്ന ഗോപിനാഥ് മുണ്ടയുടെ മരണത്തെക്കുറിച്ച് പുറത്തുവന്ന വിവരങ്ങൾ. 2014 മോദി മന്ത്രിസഭയിൽ ഗ്രാമവികസന മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് ഒരാഴ്ചയ്ക്കുള്ളിൽ വാഹനാപകടത്തിലായിരുന്നു ഗോപിനാഥ് മുണ്ടയുടെ അന്ത്യം. മുണ്ടയുടെ വാഹനാപകട കേസ് അന്വേഷിച്ച NIA ഓഫീസർ തൻസീർ അഹമ്മദും കൊല്ലപ്പെടുകയുണ്ടായി. ഒന്നിനു പിറകെ ഒന്നായി മരണങ്ങൾ നടക്കുന്നു. മുണ്ടേ മാത്രമല്ല, സംഘപരിവാറിനോ ഭരണകൂടത്തിനോ എന്തെങ്കിലും ഭീഷണിയാകാൻ സാധ്യതയുള്ള പലരും അസാധാരണ സാഹചര്യത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. ജസ്റ്റിസ് BH ലോയയുടെ
സുഹൃത്തുക്കളായ ജഡ്ജി പ്രകാശ് തോംബരെ, അഭിഭാഷകൻ ശ്രീകാന്ത് ഖണ്ഡാൽക്കർ എന്നിവരുടെയും മരണത്തിലെ ദുരൂഹത ഇപ്പോഴും തുടരുകയാണ്. അങ്ങനെ മരണങ്ങളുടെ വലിയ തുടർച്ചകൾ നടക്കുമ്പോൾ BJP കൂടുതൽ പ്രതിരോധത്തിലാകുന്നു എന്നാണ് ഈ മുഖപ്രസംഗം പറയുന്നത്. ഇനി ഇന്നത്തെ ചിത്രം. KSRTCയിൽ നിന്ന് എംപാനലുടെ ജീവനക്കാരെ പിരിച്ചുവിട്ടു. വഴിയാധാരമായി പോയ അവർ ഇപ്പോഴും വഴിവക്കിൽ തന്നെയാണ്. ഈ ചിത്രം കാണുക. ഇത് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരത്തിൽ രക്ഷിതാവിനൊപ്പം ഒരു കുട്ടി കൂടി അണിനിരന്നിരിക്കുന്ന ചിത്രം ഇന്ന് മെട്രോ മനോരമ ഉൾപേജിൽ തരുന്നു. ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. നൈസ് ഡേ, ഗുഡ് ബൈ.